ഹലോ, അപ്പം ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് പോയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൺസ്ക്രീം എടുത്ത് വരട്ടി. സൺസ്ക്രീമാണ് കേട്ടോ വരട്ടുന്നത്. കുറച്ച് പൗഡർ ഉണ്ടായി, കുറച്ച് പൗഡർ എടുത്ത് മുഖത്തൊക്കെ കുറച്ച് പരട്ടി. ഒരു കൺസീലർ ഉണ്ട്, കൺസീലറാണ് ഇത്. ഒരു ബ്രൗൺ കളറ് കൺസീലറാണിത്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് വരട്ടെ. ഇന്ന സ്ഥലത്തൊന്നൊന്നുമില്ല, കണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ വരച്ച് അവിടെ ഇവിടെയൊക്കെ വരച്ച് ഇങ്ങനെ ഇട്ടിട്ടാണ് അങ്ങനെ പോകുന്നത്. ഇവിടെയൊക്കെ വരക്കാം. അവിടെ ഇവിടെ പാട് പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ബ്ലെൻഡറൊക്കെ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നല്ല ഇതായിട്ട് ഇങ്ങനെ കൊടുക്കാം. ഒരു കളർ ഇങ്ങനെ കിട്ടും. ഞാൻ കൺസീലർ മാത്രമാണ് ഉപയോഗിക്കുന്നത്, വേറെ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. കോമ്പാക്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. വേറെ പൗഡറുകളോ കോമ്പാക്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. കൺസീലർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഇതാണ്. ജസ്റ്റ് പൗഡറും കൺസീലറും മാത്രം ഉപയോഗിക്കും. പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയൊരു കളറാണ്. ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കവളുടെ രണ്ട് സൈഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ കളർ ഇങ്ങനെ വരും. അപ്പോൾ അതങ്ങനെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഒരു ലുക്കിക്ക് അതിൻ്റെ പിന്നെ ഒരു കമ്മലിട്ടു, രണ്ട് സൈഡിൽ ഒരു കമ്മലുണ്ട്, ആ കമ്മലിട്ടു. കണ്ണിൻ്റെ മേലെ ഒരു ഐഷാഡോ കിട്ടിയ കളർ എടുത്തിട്ടു. പിന്നെ ഒരു ലിപ് ബാമാണ്. ലിപ്പ് ഡ്രൈ ആവാണ്ടിരിക്കാൻ, എൻ്റെ ലിപ്പ് എപ്പോഴും ഇപ്പോൾ ഡ്രൈ ആയിക്കൊണ്ടിരിക്കാൻ കാരണം വെച്ചാൽ പല്ലുമ്മ കമ്പിയിട്ട് പിന്നെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ്. പിന്നെ എപ്പോഴും ഞാൻ ലിപ് ബാം ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെ ചുണ്ടിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഉറിഞ്ഞ് വരെയാണ്. അപ്പോൾ ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും ഒന്നും ലിപ്സ്റ്റിക്ക് ഇടാറില്ല, വലിയ കാലത്തൊക്കെ ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ. ഇവിടെ എനിക്ക് അധികം ഇടാറില്ല. അവിടെ ഇവിടെ തോണ്ടി വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞാൻ പുരട്ടാറെന്നുള്ളത്. ഒന്നുകൂടെ ചുണ്ട് ഡ്രൈ ആയ പോലെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ ഒന്നും കൂടെ ലിപ് ബാം എടുത്തിട്ടതാണ്. എൻ്റെ സൈഡിലേക്കൊന്ന് ഡ്രൈ ആയ പോലെയൊക്കെ. അപ്പം ഞാൻ ലിപ് ബാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ശരിയാക്കിയതാണ്. അടുത്തത് കണ്ണ് എഴുതട്ടെ. താഴെയിൽ ഒരു കാജലിൻ്റെ ഒരു ഇതാണ്. അത് ഞാനിങ്ങനെ എഴുതിയിട്ട് അത് ഇങ്ങനെ അതിൻ്റെ ഒരു ഷേപ്പ് ഐലൈനർ കൊണ്ട് എഴുതുമ്പോഴുള്ളൊരു ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ആ ഷേപ്പിന് ഞാനിങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പുറത്തെ കണ്ണ് ഞാനൊന്ന് വരച്ച് നോക്കി. ഞാൻ കണ്ണാടി ഇങ്ങനെ പിടിച്ചേക്കണ്ട ക്യാമറ ഇങ്ങനെ കാണാൻ പറ്റണില്ല. അത് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കണ്ണൊക്കെ എഴുതി കാണിച്ചു. ഇങ്ങനെ അത് എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഐലൈനർ എടുത്തു. മറ്റേ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അതെടുത്ത് അതിൻ്റെ മേലെ ഈ ഐലൈനർ ഇങ്ങനെ വരച്ചതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനിങ്ങനെ വരച്ചിട്ടു. അപ്പം അങ്ങനെ ഒരു കണ്ണ് എഴുതിയിട്ടാണ് മോളെ അതിൻ്റെ ഇടയിൽ വരികയാണ്. അമ്മ എന്നെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓടി നടക്കണേട്ട കൂടെയൊക്കെ. എന്നിട്ട് ഞാനൊരു പൊട്ട് വെച്ചു. സാധാ ഒരു പൊട്ടാണ്. അതൊരു പൊട്ട് വെച്ച് ഇങ്ങനെ മുടി കെട്ടണം. രണ്ട് വള എടുത്തിട്ടു. രണ്ട് വളയും ഒരു
മോതിരമൊക്കെ എടുത്തിട്ട് കേട്ടോ. വേഗം സമയം കല്യാണത്തിന് പോകാൻ സമയമായി. അപ്പോൾ വേഗം തന്നെ ഒരുങ്ങി കഴിഞ്ഞാലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ പോണേൻ്റെ തിരക്കിൽ ബ്രഷുമ്മ ഒരു ബെഡൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ബെഡൊക്കെ എടുത്ത് മാറ്റി ഇങ്ങനെ ഞാൻ ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്തു. ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്തു. എല്ലാം അങ്ങനെ ഷേപ്പ് ചെയ്ത് കയറി കൊടുത്തു. മുടിയൊക്കെ നല്ലോണം പിടിച്ച് 2 സൈഡ് ഇങ്ങനെ മുടി പിടിച്ചിട്ട് ഇട്ടിട്ടാണ് ഞാൻ കല്യാണത്തിന് പോണത് കേട്ടോ. അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ പിടിച്ച് കേട്ടാണ് നിൽക്കുന്നത്.